Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിലെ ഹോട്ടൽ മുറിയിൽ നിന്നും 6 പവൻ സ്വർണം കവർന്നു. വിവാഹത്തിൽ പങ്കെടുക്കാനായി പയ്യന്നൂരിലെ ഹോട്ടൽ മുറിയിൽ താമസിച്ച തമിഴ്നാട് സ്വദേശിനി ഡോക്ടർ സത്യശ്രീയുടെ ആഭരണങ്ങളാണ് മോഷണം പോയത്. പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്കൂളിലെ പ്രൈമറി ക്ലാസ് മുതലുള്ള കുട്ടികളെ സുരക്ഷിതരായി റോഡിന് ഇരുവശത്തും കടത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഗൈഡ്സ് കുട്ടികൾ. കുട്ടികൾക്ക് പരിപൂർണ പിന്തുണയുമായി സ്കൂളും പയ്യന്നൂരിലെ പോലീസ് സേനയും. 6 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ നടക്കാവിന് നാടകരാവുകൾ സമ്മാനിച്ച സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്വർ നാടക മത്സരം സമാപിച്ചു. കണ്ണൂർ വിളയാങ്കോട് പെരിയാട്ട് സംഗമം കലാഭവൻ അവതരിപ്പിച്ച പെരടിയിലെ രാപ്പകലുകൾ, മാഹി നാടകപ്പുര അവതരിപ്പിച്ച ഒരു പലസ്തീൻ കോമാളി എന്നീ 2 നാടകങ്ങൾ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന അമേച്വർ നാടക മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഭക്തിയുടെ നിറവിൽ മാടായി തിരുവർക്കാട്ടുകാവിൽ മകരപ്പൊങ്കാല നടന്നു. മൊഗയ സമുദായത്തിൽപ്പെട്ടവരാണ് പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്രത്തിലെത്തുന്നത്. മകരപ്പൊങ്കാല സമർപ്പണത്തിന് 100 കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിലെ ഹോട്ടൽ മുറിയിൽ നിന്നും 6 പവൻ സ്വർണം കവർന്നു. വിവാഹത്തിൽ പങ്കെടുക്കാനായി പയ്യന്നൂരിലെ ഹോട്ടൽ മുറിയിൽ താമസിച്ച തമിഴ്നാട് സ്വദേശിനി ഡോക്ടർ സത്യശ്രീയുടെ ആഭരണങ്ങളാണ് മോഷണം പോയത്. പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവാഹത്തിൽ പങ്കെടുക്കാനായി പയ്യന്നൂരിലെ ഹോട്ടൽ മുറിയിൽ താമസിച്ച തമിഴ്നാട് സ്വദേശിനിയുടെ 6 പവൻ തൂക്കം വരുന്ന 2 മാലകൾ മോഷണം പോയി. തമിഴ്നാട് കാഞ്ചീപുരം ഗബർഗാംപാക്കം സ്വദേശിനി ഡോക്ടർ സത്യശ്രീയുടെ ആഭരണമാണ് മോഷണം പോയത്. ഇക്കഴിഞ്ഞ 21 രാത്രി 11 മണിക്കും 22 രാവിലെ 11 മണിക്കും ഇടയിലാണ് സംഭവം. താലൂക്ക് ആശുപത്രി റോഡിലെ ജുജു ഇന്റർനാഷണൽ ഹോട്ടലിലെ 230 നമ്പർ റൂമിൽ താമസിക്കവേ നമ്പർ ലോക്കുള്ള സൂട്ട് കേസിൽ സൂക്ഷിച്ച 3.5 ലക്ഷം രൂപ വിലമതിക്കുന്ന 6 പവൻ തൂക്കം വരുന്ന 2 മാലകളാണ് മോഷണം പോയത്. തുടർന്ന് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. കേസെടുത്ത പോലീസ് സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധന തുടങ്ങി. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ട്രാഫിക് സുരക്ഷ കുട്ടിക്കരങ്ങളിൽ ഭദ്രം. പയ്യന്നൂർ നഗരമധ്യത്തിലെ സ്കൂളായ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഗൈഡ്സ് കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ സ്കൂളിലെ പ്രൈമറി ക്ലാസ് മുതലുള്ള കുട്ടികളെ സുരക്ഷിതരായി റോഡിന് ഇരുവശത്തും കടത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. ഹോംഗാർഡിനൊപ്പം ചേർന്ന് ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുകയാണ് കുട്ടികൾ. സ്കൂളും പയ്യന്നൂരിലെ പോലീസ് സേനയും കുട്ടികൾക്ക് പരിപൂർണ പിന്തുണയുമായുണ്ട്. നമ്മുടെ റോഡുകളിൽ റോഡ് നിയമം പാലിക്കാതെയാണ് മിക്കവരും വാഹനങ്ങളുമായി ഇറങ്ങുക. അതുകൊണ്ട് തന്നെ നഗരമധ്യത്തിലുള്ള ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പേടിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കുട്ടികളുടെ സേഫ്റ്റി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഹോംഗാർഡിനൊപ്പം പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിലത്തെ കുട്ടികൾ കൂടി ഇറങ്ങുകയാണ് ഈ ഒരു ട്രാഫിക് നിയന്ത്രണത്തിന് വേണ്ടി. അപ്പോൾ എത്ര വർഷമായി അവരിത് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. മാം, എത്ര വർഷം കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പ്രവർത്തനങ്ങൾ പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ ആരംഭിച്ചിട്ട് 60 വർഷങ്ങളോളമായി. സ്കൂൾ തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് തന്നെ ഈ ഒരു പ്രസ്ഥാനവും ഇവിടെ ഉണ്ട്. ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്തത് ഗൈഡ്സിന്റെ കുട്ടികൾ അവരുടെ പ്രൊഫഷൻസി ബാഡ്ജിന്റെ ഭാഗമായിട്ട് റോഡ് സേഫ്റ്റി അറിയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന നിലയിലാണ് ഞങ്ങൾ ആരംഭിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടൗണിലെ സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം ഒരു മികവുറ്റ പ്രവർത്തനമാണ്. കാരണം 1500 UP ഹൈസ്കൂളിലെ കുട്ടികളും 1000-ഓളം വരുന്ന LP സെക്ഷനിലെ കുട്ടികളും റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ സുരക്ഷിതരായി കടത്തിവിടാൻ ഹോം ഗാർഡിനോടൊപ്പം കുട്ടികളും അണിനിരക്കുന്നൊരു പരിപാടിയാണിത്. തീർച്ചയായിട്ടും അതെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റോഡ് സേഫ്റ്റിനെ കുറിച്ച് വലിയ ധാരണയില്ലാതെ വാഹനങ്ങളും എടുത്തിറങ്ങുന്നവർക്ക്, ചെറിയ കുട്ടികൾ റോഡിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാകുമ്പോൾ അത് അവരുടെ കണ്ണു തുറപ്പിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്കും ഇതൊരു വിദ്യാഭ്യാസം തന്നെ, ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ പോലെ ആയി അല്ലേ റോഡ് സേഫ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലാക്കാൻ പറ്റി. അതെ, നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ അംഗമായതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അതുപോലെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല അത് ഉപകാരപ്പെടുന്നത്, മറ്റ് വഴിയാത്രക്കാർക്കും റോഡ് ക്രോസ് ചെയ്യാനും അതുപോലെ തിരിച്ച് ക്രോസ് ചെയ്യാനും ഒക്കെ അവരെ സഹായിക്കുന്നുണ്ട്. അതെ, സീബ്ര ലൈനിൽ പോലും എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്ന് പുതിയ കാലത്ത് പലരും ഓർക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ അത് ചെയ്യുന്ന സമയത്ത് അത് അവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഗുണകരമാകുന്നുണ്ട്. ടീച്ചർക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു കാര്യത്തിനെ കുറിച്ച്? തീർച്ചയായും ഇത് ഗുണകരമാണ്. ഇത് പൊതുജനങ്ങളും ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നുണ്ട്. ചില ദിവസങ്ങൾ അവിടെ പോലീസ് ഇല്ലെങ്കിൽ കുട്ടികളൊന്നും വിഷമിക്കുക. എന്നാലും ഇവർ ഇപ്പോൾ എല്ലാം കൂടി സെൽഫ് കോൺഫിഡൻസ് ആയി കുറച്ച് കാലമായിട്ട് ഇവർ ചെയ്ത് പരിചയമായപ്പോൾ നല്ലതായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ടീച്ചർ പറഞ്ഞു ഹോം ഗാർഡ് ഇല്ലാത്ത ദിവസങ്ങൾ വരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയൊക്കെ പ്രാപ്തരായോ ഇപ്പോൾ? ഇപ്പം എല്ലാവരും ഭയങ്കര നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി പഠിച്ചു. പിന്നെ ഗൈഡ്സിലെ കുട്ടികളാണ്, സ്കൂളിലെ ഗൈഡ്സിലെ കുട്ടികളാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഹോം ഗാർഡ് ഇല്ലെങ്കിൽ പോലും ഇവരുടെ കയ്യിൽ ഇവിടുത്തെ ട്രാഫിക് ഭദ്രമാണ് എന്നാണ് വിശ്വസിക്കാൻ പറ്റുന്നത്. ടീച്ചർക്ക് എന്താ തോന്നുന്നത് പറയാം? അതെ, ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം തന്ന് സഹായിച്ചത്. അപ്പം കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ കുട്ടികൾ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. പ്രത്യേകിച്ചും സെന്റ് മേരീസ് സ്കൂളിലെ ഗൈഡ്സിലെ കുട്ടികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് മാതൃകയാക്കേണ്ടത് തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. 6 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ നടക്കാവിന് നാടകരാവുകൾ സമ്മാനിച്ച സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്വർ നാടക മത്സരം സമാപിച്ചു. കണ്ണൂർ വിളയാങ്കോട് പെരിയാട്ട് സംഗമം കലാഭവൻ അവതരിപ്പിച്ച പെരടിയിലെ രാപ്പകലുകൾ, മാഹി നാടകപ്പുര അവതരിപ്പിച്ച ഒരു പലസ്തീൻ കോമാളി എന്നീ 2 നാടകങ്ങൾ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന അമേച്വർ നാടക മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. നടക്കാവ് നെരൂദ തിയേറ്റേഴ്സിന്റെ സഹകരണത്തോടെ കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച ഉത്തരമേഖല അമേച്വർ നാടക മത്സരം സമാപിച്ചു. നാടകങ്ങൾ കാണുന്നതിനായി നൂറുകണക്കിന് നാടക പ്രവർത്തകരും നാടകാസ്വാദകരും നടക്കാവിലെ തുറന്ന അരങ്ങിലെത്തി. നാടക ദീപ സംവിധായകൻ ഗോപിനാഥ് കോഴിക്കോട്, നാടക സിനിമാ അഭിനേതാക്കളായ ബാബു അന്നൂർ, സന്തോഷ് കീഴാറ്റൂർ എന്നിവർ ഉൾപ്പെടുന്ന ജൂറിയാണ് വിധി നിർണയം നടത്തിയത്. പഴയ നാടകങ്ങൾ റീഡിംഗ് തിയേറ്ററുകളിലൂടെ പുതിയ കാലത്ത് വീണ്ടും അവതരിപ്പിക്കാൻ കഴിയേണ്ടതുണ്ടെന്ന് സിനിമാ നടനും സംഗീത നാടക അക്കാദമി അംഗവുമായ സന്തോഷ് കീഴാറ്റൂർ അഭിപ്രായപ്പെട്ടു. സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായി. സംഗീത നാടക അക്കാദമി പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ, P സനൽ, NK ജയദീപ്, K രമണി, K ഷാജി എന്നിവർ സംസാരിച്ചു. സമാപന ദിവസം തൃശൂർ അമ്മ കലാക്ഷേത്രയുടെ മലമകൻ നാടകം അരങ്ങേറി. നാടക മത്സരത്തിൽ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ നാടകങ്ങളെക്കുറിച്ചും ആസ്വാദകരുടെ നേതൃത്വത്തിൽ നാടക ചർച്ചയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഭക്തിയുടെ നിറവിൽ മാടായി തിരുവർക്കാട്ടുകാവിൽ മകരപ്പൊങ്കാല നടന്നു. മകയ സമുദായത്തിൽപ്പെട്ടവരാണ് പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്രത്തിലെത്തുന്നത്. ഭക്തി നിർഭരമായ മകരപ്പൊങ്കാല സമർപ്പണത്തിന് 100 കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിച്ചേർന്നത്. മകരം 9-നാണ് മാടായിക്കാവിൽ മകരപ്പൊങ്കാല നടക്കുന്നത്. നേരത്തെ മാടായിക്കാവിന് സമീപ പ്രദേശത്ത് താമസിച്ചിരുന്ന മൊഗയ സമുദായാംഗങ്ങൾ കാലാന്തരത്തിൽ പിന്നീട് നീലേശ്വരം, കാസർഗോഡ് ഭാഗത്തേക്ക് താമസം മാറി. മാടായി, മുട്ടം, കാരാത്തറവാട് അംഗങ്ങളാണ് പ്രധാനമായും പൊങ്കാല സമർപ്പണത്തിന് മാടായിക്കാവിലെത്തുന്നത്. കടവത്ത് തറവാട് അംഗങ്ങൾ ഇവർക്ക് ആവശ്യമായ കുടിവെള്ളവും നൽകി വരുന്നു. പൊങ്കാലയ്ക്ക് ആവശ്യമായ അരിയും ഇവ പാകം ചെയ്യുന്നതിനാവശ്യമായ കലവുമായി മൊഗയ സമുദായാംഗങ്ങൾ മാടായിക്കാവിലെത്തുന്നു. ക്ഷേത്രത്തിനകത്ത് വെച്ച് പാകം ചെയ്ത നിവേദ്യം ഇവർക്ക് പ്രസാദമായി നൽകുകയാണ് ചെയ്യുന്നത്. ഇത് മകരം 9-ന് മൊഗയ സമുദായക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ പൊങ്കാല ദിവസം നീക്കിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നു വരുന്ന ചടങ്ങാണ് ഇത്. ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ചില തറവാട്ടുകാർ മുട്ടത്ത്, മാടായി, കാരക്കടവത്ത്, ബങ്ങാട്ട് തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ താമസിച്ചിരുന്നവരായിരുന്നു. പിന്നീട് ഇവർ ഇവിടുന്ന് വടക്കൻ ഭാഗങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം അന്ന് രാജാക്കന്മാരുടെയും ഒക്കെ പല്ലക്ക് എടുക്കാനും അതോടൊപ്പം ക്ഷേത്രത്തിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചടങ്ങുകൾ നടത്തിയവരുമായിരുന്നു ഇവർ. അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ മൊഗയ സമുദായത്തിന് പ്രത്യേകിച്ചിട്ട് ഈ മകരം 9
പൊങ്കാല അർപ്പിക്കാൻ അവർക്ക് പ്രത്യേക ദിവസം നീക്കി വെക്കുകയാണ് ചെയ്തത്. ഭക്തിനിർഭരമായ മകരപൊങ്കാല സമർപ്പണത്തിന് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ വെച്ചാണ് പൊങ്കാല നിവേദ്യം വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ടി.എ. 34ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി 25-26 തീയതികളിൽ പയ്യന്നൂരിൽ വെച്ച് നടക്കും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യമുയർത്തി നടക്കുന്ന സമ്മേളനം പയ്യന്നൂർ ഗേൾസ് സ്കൂളിലെ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ നഗറിലാണ് നടക്കുക. കണ്ണൂർ ജില്ലയിലെ വിവിധ സബ് ജില്ലകളിൽ നിന്നായി 700ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പതാക ജാഥ ജനുവരി 24 വെള്ളിയാഴ്ച ഉളിയത്ത് കടവിൽ വി നാരായണനിൽ നിന്ന് KSTA കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV സുരേന്ദ്രൻ ഏറ്റുവാങ്ങി അത്ലറ്റുകളുടെ അകമ്പടിയോടെ പൊതുസമ്മേളന നഗരിയായ ഷേണായി സ്ക്വയറിൽ എത്തിച്ചേരും. കൊടിമര ജാഥ കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ മുൻ MLA C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി K മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ഷേണായി സ്ക്വയറിൽ എത്തിച്ചേരും. വൈകുന്നേരം 6 മണിക്ക് സംഘാടക സമിതി ചെയർമാൻ TI മധുസൂദനൻ MLA പതാക ഉയർത്തും. ജനുവരി 25 രാവിലെ പ്രതിനിധി സമ്മേളനം ദിനേശൻ പുത്തലത്ത് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 2000 അധ്യാപകർ അണിനിരക്കുന്ന പ്രകടനം നടക്കും. പൊതുസമ്മേളനം മുൻ MLA MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി K ബദർനിസ, AM ഷാജഹാൻ, MA അരുൺകുമാർ, AK ബീന, KC മഹേഷ്, KC സുധീർ എന്നിവർ പങ്കെടുക്കും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് P സന്തോഷ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ P ഗംഗാധരൻ, KSTA കണ്ണൂർ ജില്ലാ സെക്രട്ടറി K ശശീന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് K പ്രകാശൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ K രാജീവൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV സുരേന്ദ്രൻ, മീഡിയ കൺവീനർ CR പ്രജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഹരിത സംഘം ചെറുതാഴം കൃഷിഭവനുമായി സഹകരിച്ച് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗിലൂടെ നടപ്പിലാക്കിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇവരുടെ ആരംഭം മുതൽ ശ്രീസ്ത ഹരിത സംഘത്തിന്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് കാർഷിക മേഖലയിലെ വിജയഗാഥകളാണ് പൊതുവിൽ നമുക്ക് പറയാനുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനുള്ളൊരു അംഗീകാരവും ശ്രീസ്ത ഹരിത സംഘത്തിന് കൃഷി വകുപ്പും അതുപോലെ സംസ്ഥാന സർക്കാരും നൽകി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഹരിത സംഘം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ശ്രീസ്ത ഹരിത സംഘം ചെറുതാഴം കൃഷിഭവനുമായി സഹകരിച്ച് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗിലൂടെ നടപ്പിലാക്കിയ പച്ചക്കറി കൃഷിവിളകളായ വെണ്ട, പയർ, താലോലി, പാവൽ എന്നിവയുടെ വിളവെടുപ്പാണ് നടന്നത്. EP രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K സതീഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ, വാർഡ് മെമ്പർ KV ബിന്ദു, VV രവി മാസ്റ്റർ, E വസന്ത, PV ശ്രീധരൻ, EV ഗോവിന്ദൻ, IV ലക്ഷ്മണൻ, രമേശൻ പേരൂൽ, TV ദേവി എന്നിവർ സംസാരിച്ചു. പച്ചക്കറി കൃഷിയിലും നെൽകൃഷിയിലും വാഴകൃഷിയിലും മറ്റും സജീവമായ ഇടപെടൽ നടത്തുക വഴി കഴിഞ്ഞ വർഷം മികച്ച കൃഷിക്കൂട്ടത്തിനുള്ള ജില്ലാതല പുരസ്കാരം നേടിയിട്ടുള്ള ഹരിത സംഘമാണ് ശ്രീസ്ത ഹരിത സംഘം. ന്യൂസ് ബ്യൂറോ പിലാത്തറ. തൃക്കരിപ്പൂർ അൽ മുജമ്മ ഉൽ ഇസ്ലാമി 33ാമത് വാർഷികാഘോഷ ഭാഗമായി ഒരുക്കിയ സ്നേഹവിരുന്നിൽ 33 തരം അപ്പങ്ങൾ വിളമ്പി. ഉദനൂർ സുന്നി സെന്റർ കൂട്ടായ്മയിലെ വനിതകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വിവിധ തരം അപ്പങ്ങളാണ് സ്നേഹവിരുന്നിൽ പങ്കിട്ടത്. ജനുവരി 24-25 തീയതികളിൽ വിപുലമായി നടക്കുന്ന മുജമ്മ ഉൽ ഇസ്ലാമി 33ാമത് വാർഷികാഘോഷത്തിന് മുന്നോടിയായാണ് അപ്പങ്ങളെമ്പാടും എന്ന പേരിൽ സ്നേഹവിരുന്ന് മുജമ്മ ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഒരുക്കിയത്. ഉണ്ടംപൊരി മുതൽ ചട്ടിപ്പത്തിരിയും വിവിധതരം കുംസും ഉൾപ്പെടെ 33 ഇനങ്ങളിലുള്ള പലഹാരങ്ങളാണ് ഉദനൂർ സുന്നി സെന്റർ കൂട്ടായ്മയിലെ വനിതകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി സ്നേഹവിരുന്നിനായി എത്തിച്ചത്. KP സാദിഖ് ഹസനി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് തൊയ്യബുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. MB അബ്ദുള്ള മാസ്റ്റർ, VN ഹുസൈൻ ഹാജി, നാസർ നങ്ങാറത്ത്, MP സാലി മാസ്റ്റർ, അബ്ദുൽ ജലീൽ സഖാഫി, അബ്ദുൽ റസാഖ് പുഴക്കര, MTP അബൂബക്കർ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹവിരുന്നിൽ സമൂഹത്തിലെ നാനാതുറയിലുള്ളവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് ഉപകരണ വിതരണവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 7 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമുള്ള ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മെഡിക്കൽ ക്യാമ്പും ഉപകരണവും വിതരണം ചെയ്യുന്നത്. അതിലൊരു ഉദ്ഘാടനമാണ് ഇന്ന് രാവിലെ ബ്ലോക്ക് പഞ്ചായത്തിൽ
നിർവഹിച്ച് കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ ഈ മേഖലയിലുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പദ്ധതികൾക്കാണ് രൂപം കൊടുത്തു പോകുന്നത്. വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. 23ഓളം ഭിന്നശേഷിക്കാർ ക്യാമ്പിൽ പങ്കെടുത്തു. കേരള വികലാംഗക്ഷേമ കോർപ്പറേഷൻ, കെൽട്രോൺ എന്നിവയുടെ സഹകരണത്തോടു കൂടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം ജനുവരി 25 മുതൽ 28 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19 വർഷങ്ങൾക്കു ശേഷം നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവം ജനുവരി 25 മുതൽ 28 വരെ നടക്കും. മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി അണിയുന്നത് താറ്റേരി സ്വദേശി സാരംഗാണ്. ജനുവരി 24-ന് 4 മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര കുറ്റൂരിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്ര പരിസരത്ത് സമാപിക്കും. 25-ന് രാവിലെ 9 മണിക്ക് വെള്ളോല കുടവെപ്പ്, ഭഗവതിയുടെ തോറ്റത്തിന് പീഠം ഏറ്റുവാങ്ങൽ എന്നിവ നടക്കും. 10 മണിക്ക് തൃപ്പന്നിക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരലും തുടർന്ന് കുഴിയെടുപ്പ് തീപൂട്ടലും നടക്കും. 1 മണിക്ക് കളിയാട്ടം തിടങ്ങൽ, 3 മണിക്ക് ഉച്ചത്തോറ്റം, നെയ്യാട്ടം എന്നിവയും നടക്കും. തുടർന്ന് വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റവും ഉണ്ടാകും. 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. KC വേണുഗോപാൽ MP മുഖ്യാതിഥിയാകും. TI മധുസൂദൻ MLA അധ്യക്ഷത വഹിക്കും. ജനുവരി 26-ന് പുലർച്ചെ 2 മണി മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട്. 11 മണി മുതൽ 2 മണി വരെയും വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെയും അന്നദാനവും ഉണ്ടാകും. വൈകുന്നേരം 4 മണിക്ക് മംഗലക്കുഞ്ഞുങ്ങളോട് കൂടിയ തോറ്റം, നെയ്യാട്ടം എന്നിവയും നടക്കും. 7 മണിക്ക് സമാപന സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ജനുവരി 28-ന് 2 മണി മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ഉച്ചയ്ക്ക് 1 മണിക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. എല്ലാ ദിവസവും അന്നദാനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. 3000-ലധികം പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 4 ദിവസങ്ങളിലായി 3 ലക്ഷത്തിലധികം പേർ അന്നദാനത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാധ്യമസമ്മേളനത്തിൽ M ശ്രീധരൻ മാസ്റ്റർ, VK കുഞ്ഞപ്പൻ, PC ബാലകൃഷ്ണൻ, VP മോഹനൻ, CN കൃഷ്ണൻ നായർ, ദിനേശൻ മറുവൻ, PC രാജീവ് കുമാർ, PC നാരായണൻ, NV തമ്പാൻ, VP കൃഷ്ണൻ, M വിനോദ്, PV അജിത് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ജനുവരി 24-ന് തുടക്കമാകും. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഗോപുരത്തിന്റെയും അനുബന്ധ നിർമ്മിതികളുടെയും സമർപ്പണ ചടങ്ങും 24-ന് രാവിലെ 11 മണിക്ക് നടക്കും. പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം 24 മുതൽ 27 വരെ നടക്കുകയാണ്. ഒപ്പം ക്ഷേത്രമുറ്റത്ത് കരിങ്കൽ പാകിയത്തിൻ്റേത്, അരയാൽ തറയുടേത്, ആൽത്തറയുടെയൊക്കെയും ഗോപുരത്തിൻ്റെയും ഒക്കെയും സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടക്കുകയാണ്. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഉത്സവം എന്നുള്ളത് വാർഷികമായിട്ട് നടക്കുന്ന ചടങ്ങാണ്. പ്രത്യേകിച്ചും പ്രതിഷ്ഠാ ദിനമാണ്. കാരണം ഓരോ വർഷവും നമ്മൾ ദേവചൈതന്യത്തിലുണ്ടാകുന്ന എന്തെങ്കിലും കർമ്മങ്ങളോ മറ്റോ കൊണ്ടുണ്ടാകുന്ന ശോഷം, ആ ശോഷണത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചൈതന്യം വർദ്ധിപ്പിച്ച് ഭക്തർക്ക് വേണ്ട രൂപത്തിൽ ദേവചൈതന്യം അനുഭവിക്കാൻ തക്കവണ്ണമാണ് ഈ പ്രതിഷ്ഠാദിന മഹോത്സവങ്ങൾ, അതോടനുബന്ധിച്ചുള്ള താന്ത്രിക കർമ്മങ്ങളും ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരിക, ദേവൻ്റെ ചുറ്റുമുള്ള എഴുന്നള്ളിപ്പ്, വാദ്യങ്ങളോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ്, പിന്നീട് ദേവനെ തലയിലേറ്റിക്കൊണ്ട് ദേവ നർത്തനം, അതും ഈ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ദേവനർത്തനം, തടമ്പ് നൃത്തം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അതിവിടെയുണ്ട്. പിന്നെ ഇവിടെ മറ്റൊരു പ്രധാന പ്രത്യേകത, ഈ തടമ്പ് നൃത്തത്തിൻ്റെ ഏകദേശം പകുതിയോടുകൂടി ഈ ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൻ്റെ ആരൂഢമെന്ന് പറയാൻ പറ്റുന്ന ആൽത്തറയിൽ ദേവനെ വെച്ച് അവിടെ വെച്ച് പൂജയൊക്കെ നടത്തി നൈവേദ്യം കൊടുത്ത് അത് ഭക്തജനങ്ങൾക്കൊക്കെ വിതരണം ചെയ്ത് ഒരു രാത്രി 11 മണി ആ സമയത്തൊക്കെയാണ് ഉണ്ടാവുക. അതിനുശേഷം ദേവനെ വീണ്ടും തിരിച്ചകത്തേക്ക് കൊണ്ടുവന്ന് നൃത്തം പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗോപുര സമർപ്പണത്തിൻ്റെ ഉദ്ഘാടനം ക്ഷേത്രത്തിൻ്റെ തന്ത്രി ശ്രീ തെക്കനെടുത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് നിർവഹിക്കുന്നു. അതോടൊപ്പം ക്ഷേത്രത്തിൻ്റെ ശില്പികളെ പയ്യന്നൂരിൻ്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ TI മധുസൂദൻ അവറുകൾ ആദരിക്കുന്നു. കൂടാതെ വൈകുന്നേരം പയ്യന്നൂർ C കാപ്പാട്ട് കഴകം കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 മണിക്ക് വിളംബര ഘോഷയാത്ര, അതിനുശേഷം നൃത്തനൃത്യങ്ങൾ, നിരവധിയായ പ്രോഗ്രാമുകളൊക്കെ ഈ വർഷം നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനുവരി 26-ന് വൈകുന്നേരം നമ്മുടെ പ്രദേശത്തെ 10-13ഓളം ടീമുകൾ മാറ്റൊരുക്കുന്ന തിരുവാതിര മഹോത്സവം നടക്കുന്നുണ്ട്. അതുപോലെ വിപുലമായ അന്നദാനം ജനുവരി 27
ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം, ഭക്തജനങ്ങൾക്കായി 5000-ഓളം പേർ പങ്കെടുക്കുന്ന പ്രസാദൂട്ട് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. പയ്യന്നൂരിനെ സംബന്ധിച്ച് പയ്യന്നൂരിന് എല്ലാ ഐശ്വര്യവും ചൊരിയുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രം. ഇതിനൊരു ഐതിഹ്യ കഥ പറയുന്നത് പയ്യന്നൂരിൽ വളരെ കാലം മുൻപ് ഒരു ബ്രാഹ്മണൻ, വേദപാണ്ഡിത്യമൊക്കെയുള്ള ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു എന്നും തിരുവഞ്ചല്ലൂരിലെ ഭഗവാനെ അദ്ദേഹം വളരെയേറെ പ്രാർത്ഥനാ നിർഭരമായി പ്രാർത്ഥിച്ചു വന്നിരുന്നുവെന്നുമാണ്. തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് എല്ലാ ദിവസവും ചെന്ന് പ്രാർത്ഥന നടത്തി തിരിച്ചു വരുന്ന ഈ ബ്രാഹ്മണന് വയസ്സായതോടുകൂടി ഇവിടത്തേക്ക് തളിപ്പറമ്പിലോട്ട് യാത്ര ചെയ്യുക എന്നത് വലിയ ഒരു കഠിനമായ ശ്രമമായി മാറുകയാണ്. അതുകൊണ്ട് ശങ്കിൽ നിറച്ച വെള്ളത്തിൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഭഗവാന്റെ സാന്നിധ്യം ആവാഹിച്ചെടുത്ത് പയ്യന്നൂരേക്ക് കൊണ്ടുവരികയായിരുന്നു. വഴിമധ്യേ വലിയൊരു ആലും അതുപോലെ തന്നെ കുളക്കരയും കണ്ടപ്പോൾ അവിടെ നിന്ന് ദേഹശുദ്ധി വരുത്താമെന്ന ധാരണയിൽ ശംഖ് ആൽത്തറയിൽ വച്ച് ബ്രാഹ്മണൻ കുളിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഈ ശംഖ് തുളുമ്പി വെള്ളം ആൽത്തറയിൽ പരന്ന രീതിയിലാണ് കണ്ടത്. ഒരു പ്രത്യേകതയും അല്ലെങ്കിൽ അവിടെ ഒരു ദൈവികതയും ഒക്കെ മനസ്സിലാക്കിയ അദ്ദേഹം ഇവിടെ ഒരു ക്ഷേത്രം വരുമെന്ന് അന്ന് തന്നെ പ്രവചിക്കുകയും ചെയ്തു എന്നാണ്. അതിൻ ഫലമായി രേരമംഗലത്ത് തമ്പുരാൻ ഇവിടെ ഈ ക്ഷേത്രം പണിതു എന്നും തന്നെയാണ് ഐതിഹ്യം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ മാടായി BRC ഹാളിൽ വച്ച് LP-UP സ്കൂൾ അധ്യാപകർക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P. രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് കണ്ണൂർ ഡിസ്ട്രിക്ട് സങ്കല്പ് ഹബ്ബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമണിന്റെ ആഭിമുഖ്യത്തിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാടായി BRC ഹാളിൽ വെച്ച് LP-UP സ്കൂൾ അധ്യാപകർക്കായി ബയോസൈക്കോ സെക്ഷൽ പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പരിപാടി കല്യാശ്ശേരി ശിശുവികസന പദ്ധതി ഓഫീസർ ലത പിയുടെ അധ്യക്ഷതയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജൻ P ഉദ്ഘാടനം ചെയ്തു. എക്സലന്റ് ട്രെയിനിംഗ് അക്കാദമി ഡയറക്ടറും ട്രെയിനറുമായ ഷൈജിത്ത് കരുവാക്കോട് ക്ലാസിന് നേതൃത്വം നൽകി. മാടായി BRC ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വിനോദ് കുമാർ MV, ഡയറ്റ് കണ്ണൂർ പ്രതിനിധി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഡിസ്ട്രിക്ട് സങ്കല്പ് ഹബ്ബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ ജെൻഡർ സ്പെഷ്യലിസ്റ്റ് അരുൺ K തമ്പാൻ, ഫിനാൻഷ്യൽ ലിറ്ററസി സ്പെഷ്യലിസ്റ്റ് അഞ്ജന C എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ 70 പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ പയ്യന്നൂരിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23-ന് പരാക്രം ദിവസ് ഭാരത് ഹേഹം എന്ന പരിപാടിയുടെ ഭാഗമായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ പയ്യന്നൂർ പ്രിൻസിപ്പാൾ K. രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ച എന്ന പരിപാടിയോടനുബന്ധിച്ച് നടന്ന ക്വിസ് മത്സരത്തിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ജവഹർ നവോദയ വിദ്യാലയ, CBSE സ്കൂളുകളിൽ നിന്നായി 100 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ക്വിസ് മത്സരത്തിന്റെ ഉദ്ഘാടനം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ പയ്യന്നൂർ പ്രിൻസിപ്പൽ K. രാജേന്ദ്രൻ നിർവഹിച്ചു. I have heard somewhere that the text is a pretext. Text is a pretext. बहाना है हिंदी में. पाठ्य पुस्तक अपना जो टेक्स्ट बुक है एक बहाना है. It's an excuse to introduce you to the world. That's what we have been trying to do. Thank you for the nice words that you have spoken about the program. തുടർന്ന് വീഡിയോ പ്രദർശനവും അതിനോടനുബന്ധിച്ച് ക്വിസ് മത്സരവും നടന്നു. SABT തായ്നേരിയിലെ M. സ്വാഭിമാൻ 1ാം സ്ഥാനവും, ഉർസുലിൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആയിഷ അഫ്രിൻ, JNV കണ്ണൂരിലെ K. റിയ എന്നിവർ 2ാം സ്ഥാനവും, KV കൾട്രോൺ നഗറിലെ MG സഫൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് കൈമാറി. വിജയികൾക്ക് പ്രധാനമന്ത്രിയുടെ എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകവും നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴമയും പുതുമയും കൈകോർത്ത ചീമേനി പള്ളിപ്പറ വയോജനമേള ശ്രദ്ധേയമായി. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയായ വയോജനാരോഗ്യ പരിരക്ഷ പരിപാടി സ്നേഹസ്പർശത്തിന്റെ ഭാഗമായി കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വയോജനമേള സംഘടിപ്പിച്ചു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൺവീനർ അഡ്വക്കേറ്റ് KV രമേശൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വയോജന ക്ലബ്ബിലെ വയോജനങ്ങളുടെ നാടക, സിനിമാ ഗാനാലാപനം, ആരോഗ്യ പ്രവർത്തകർ അവതരിപ്പിച്ച ആരോഗ്യ സന്ദേശ ഒപ്പന തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി JCCന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 25-ന് പയ്യന്നൂർ എയർബോൺ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നഴ്സറി ഫെസ്റ്റ് നടത്തും. 25 നഴ്സറി സ്കൂളുകളിൽ നിന്നുമായി 500ഓളം കുട്ടികൾ കലാമേളയിൽ പങ്കെടുക്കും.
രാവിലെ 10 മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് പയ്യന്നൂർ ഡിവൈഎസ്പി വിനോദ് കുമാർ K വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. ഷിജു മോഹൻ, യു ഹരീഷ്, അനിൽ കുട്ടമത്ത്, രാജീവൻ K, അനീസ് തയ്യൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാലക്കുന്ന് പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അപനിർമ്മിതി വായന ശ്രദ്ധേയമായി. പ്രഭാവർമ്മയുടെ ശ്യാമമാധവമാണ് ഇത്തരത്തിൽ വായിച്ചെടുത്തത്. ഇതിഹാസ കഥാപാത്രമായ ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ അനാഥത്വത്തിന്റെയും ദുഃഖത്തിന്റെയും കയ്പുനീര് കുടിച്ചിരുന്നുവെന്ന വ്യാഖ്യാനമാണ് എൻ പ്രഭാവർമ്മയുടെ ശ്യാമമാധവത്തിന്റെ പ്രാധാന്യമെന്ന് കവിത പരിചയപ്പെടുത്തിക്കൊണ്ട് കയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക ശാന്ത ജയദേവൻ പറഞ്ഞു. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയമാണ് വ്യത്യസ്തമായ ആഖ്യാന ശൈലിയിൽ പിറവിയെടുത്ത കവിതയെയും കവിയെക്കുറിച്ചും അടുത്തറിയാൻ വഴി തുറന്നത്. TV ഗിരിജ ടീച്ചർ അധ്യക്ഷയായി. ശ്യാമമാധവത്തിലെ ഏതാനും ശ്ലോകങ്ങൾ ഗിരിജ ടീച്ചർ ആലപിച്ചു. കൊടക്കാട് നാരായണൻ മാസ്റ്റർ, MV ശാരദ, PV കാർത്തിയായനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കലാജാഥയായ ഇന്ത്യ സ്റ്റോറിക്ക് ജനുവരി 24 രാവിലെ 9:30 പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സ്വീകരണം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂരിലെ ഹോട്ടൽ മുറിയിൽ നിന്നും 6 പവൻ സ്വർണം കവർന്നു. വിവാഹത്തിൽ പങ്കെടുക്കാനായി പയ്യന്നൂരിലെ ഹോട്ടൽ മുറിയിൽ താമസിച്ച തമിഴ്നാട് സ്വദേശിനി ഡോക്ടർ സത്യശ്രീയുടെ ആഭരണങ്ങളാണ് മോഷണം പോയത്. പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്കൂളിലെ പ്രൈമറി ക്ലാസ് മുതലുള്ള കുട്ടികളെ സുരക്ഷിതരായി റോഡിന് ഇരുവശത്തും കടത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഗൈഡ്സ് കുട്ടികൾ. കുട്ടികൾക്ക് പരിപൂർണ പിന്തുണയുമായി സ്കൂളും പയ്യന്നൂരിലെ പോലീസ് സേനയും. 6 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ നടക്കാവിന് നാടകരാവുകൾ സമ്മാനിച്ച സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്വർ നാടക മത്സരം സമാപിച്ചു. കണ്ണൂർ വിളയാങ്കോട് പെരിയാട്ട് സംഗമം കലാഭവൻ അവതരിപ്പിച്ച പെരടിയിലെ രാപ്പകലുകൾ, മാഹി നാടകപ്പുര അവതരിപ്പിച്ച ഒരു പലസ്തീൻ കോമാളി എന്നീ 2 നാടകങ്ങൾ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന അമേച്വർ നാടക മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഭക്തിയുടെ നിറവിൽ മാടായി തിരുവർക്കാട്ടുകാവിൽ മകരപ്പൊങ്കാല നടന്നു. മൊഗയ സമുദായത്തിൽപ്പെട്ടവരാണ് പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്രത്തിലെത്തുന്നത്. മകരപ്പൊങ്കാല സമർപ്പണത്തിന് 100 കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.